ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും നല്ല ഉഷാറായി PSC പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. വരാൻ പോകുന്ന 10th പ്രിലിം പരീക്ഷകൾക്ക് സഹായകമാകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2024 നടന്നിട്ടുള്ള 10th പ്രിലിം പരീക്ഷകളുടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? തുടങ്ങിയാലോടോ? നോക്കിയേ, ഞാൻ ഓരോ വീഡിയോ തരുമ്പോഴും ഇതിലെ ഉത്തരങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയാനാവുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? അമ്ലമഴ അല്ലേ? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അമ്ലവും ക്ഷാരവും അത് രണ്ടും എന്താണെന്ന് ഓർത്തിരിക്കണം. കുറച്ച് പേർക്കെങ്കിലും ഒന്ന് മാറാൻ സാധ്യതയുണ്ട് ഇല്ലേ? അമ്ലം എന്ന് പറയുന്നത് ആസിഡാണ്, ക്ഷാരം എന്ന് പറയുന്നത് ബേസാണ്. അപ്പോൾ ആസിഡിൻ്റെ മലയാളമാണ് അമ്ലം, ബേസിൻ്റെ മലയാളമാണ് ക്ഷാരം. ഇവിടെ ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയിടോ: സൾഫർ ഡൈ ഓക്സൈഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ. ഇതിലേതാണ് അമ്ലമഴയ്ക്ക് കാരണം അല്ലെങ്കിൽ ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകം? ഉത്തരം ഏത് വരും? സൾഫർ ഡൈ ഓക്സൈഡ് ഇല്ലേ? ആസിഡ് മഴയ്ക്ക് കാരണമായ രണ്ട് വാതകങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് വാതകങ്ങളാണ്. ഒന്ന് സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ പിന്നൊന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡും. ഫാക്ടറികളിൽ നിന്നും മറ്റും അല്ലെങ്കിൽ മലിനീകരണം കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ വരുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇത് രണ്ടും മഴയുമായി ചേർന്ന് ആസിഡായി, നേരിയ തോതിലുള്ള ആസിഡായിട്ട് വന്ന് പതിക്കും. അപ്പോൾ ഇത് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നവയാണ്. ഇനി വേറൊന്ന് നമുക്കറിയാം, ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന നാലാമത്തെ വാതകം ഏതാണോ? എണ്ണിക്കോ: നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, നാലാമത് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം അത് എപ്പോഴും ഉണ്ട്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന നാലാമത്തെ വാതകമാണ്. ഇതിൻ്റെ സാന്നിധ്യം കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഴവെള്ളത്തിൻ്റെ pH. നോർമലി മഴവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്, നേരെ വീഴുന്ന വെള്ളം അങ്ങ് കളക്ട് ചെയ്താൽ ഇല്ലേ? അപ്പോൾ മഴവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് pH എന്ന് പറയുന്നത് ന്യൂട്രലാണ്. എന്നാൽ മഴവെള്ളം സ്ലൈറ്റ്ലി അസിഡിക് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മഴവെള്ളത്തിൻ്റെ pH 5.6 ആണ്. 5.6. അപ്പം നോർമലി മഴവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.6 pH വരും. കാരണം ഭൗമാന്തരീക്ഷത്തിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഭൗമാന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് മഴവെള്ളം അതുമായി ചേർന്ന് കാർബോണിക് ആസിഡിൻ്റെ അംശം ആ വെള്ളത്തിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആസിഡ് മഴയാവുന്നത് അപ്പോൾ എപ്പോഴാണ്? ആസിഡ് മഴയുടെ pH വരുന്നത് 5.6 താഴെയാണ്. അപ്പോൾ മഴയുടെ pH ശേഖരിച്ച് നോക്കിയാൽ 5.6 താഴെയാണ് വാല്യൂ വരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം എന്ത്? ഇത് ആസിഡ് മഴയാണ്. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാനപ്പെട്ട രണ്ട് വാതകങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. ഏതൊക്കെയാണോ? സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം കൂടി പഠിച്ചു വെക്കാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ഇതേ നമ്മൾ തൊട്ട് മുന്നേ pH മൂല്യത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇല്ലേ? പറഞ്ഞേടോ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? pH മൂല്യം 7, ന്യൂട്രലായ പദാർത്ഥം അല്ലേ? pH സ്കെയിൽ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ആരാണ്? സോറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. pH സ്കെയിൽ കണ്ടെത്തിയത്. ഈ pH സ്കെയിലിലെ വാല്യൂ വരുന്നത് 0 മുതൽ 14 വരെയാണ്. എന്നാൽ ഇതിൽ 0 മുതൽ 7 വരെ, അതായത് 7ൽ നിന്ന് താഴേക്ക് വരുന്നവയെ നമുക്ക് എന്ത് വിളിക്കാം? ആസിഡുകൾ എന്ന് പറയാം. അപ്പോൾ 7ൽ നിന്ന് താഴെയായി വരുന്ന, 7നേക്കാൾ കുറവ് pH വരുന്നവരെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ആസിഡുകൾ. എന്നാൽ pH 7നേക്കാൾ കൂടുതൽ വരുന്നവരെ എന്ത് പറയാം? ബേസുകളാണ് കേട്ടോ. 7നേക്കാൾ കൂടുതൽ വരുന്നവ ബേസുകളാണ്. അപ്പോൾ pH 7നേക്കാൾ കുറവ് വരുന്നവരെയും നമ്മൾ പറഞ്ഞു, pH 7നേക്കാൾ കൂടുതൽ വരുന്നവരെയും നമ്മൾ പറഞ്ഞു. എന്നാൽ pH 7 ആയാലോ?
pH 7 ആകുന്ന ഒരു പദാർത്ഥം ന്യൂട്രലാണ് എന്നാണ് പറയുക. pH 7 ആയ പദാർത്ഥം ന്യൂട്രലാണ്, അസിഡിക്കുമല്ല ബേസിക്കുമല്ല. ശുദ്ധജലം ന്യൂട്രലാണ്, അതിൻ്റെ pH 7 ആണ്. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക, ഇതെല്ലാം ഈ 2024 ചോദിച്ചിട്ടുള്ള 10th പ്രിലിം ലെവലിലുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. എടോ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂഥർഫോർഡ്, ഏണസ്റ്റ് റൂഥർഫോർഡ്. നമുക്ക് മറ്റ് സയൻറ്റിസ്റ്റുകളുടെ പേര് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം അല്ലേ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ആറ്റത്തിനെ കണ്ടെത്തിയത് ആരാണ്, അല്ലെങ്കിൽ അറ്റോമിക തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡാൾട്ടൺ ആണ് ഉത്തരം വരുന്നത്. എന്നാൽ ആദ്യമായി ഒരു ആറ്റം മാതൃക കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ജോൺ ഡാൾട്ടൺ തൻ്റെ അറ്റോമിക ഘടനയിൽ പറഞ്ഞത് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് ആറ്റത്തിനെ വിഭജിക്കാമെന്ന് തെളിയിച്ചത്, ആദ്യമായി ഒരു ആറ്റം മാതൃക കണ്ടെത്തിയത്, ഇതെല്ലാം ആരാണ്? ജെ തോംസൺ ആണ്. ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ എഴുതുന്നുണ്ട്. ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക തിയറി കൊണ്ടുവന്നത്. അറ്റോമിക് തിയറി. എന്നാൽ ജെ തോംസന്റെ ആറ്റം മാതൃകയ്ക്ക് പറയുന്ന പേരെന്താ? പ്ലം പുഡിംഗ് മാതൃക. ജെ തോംസന്റെ ആറ്റം മാതൃകയാണ് പ്ലം പുഡിംഗ് മാതൃക. ഇതിനെ പ്ലം പുഡിംഗ് മാതൃക എന്ന് പറയാം, അല്ലെങ്കിൽ റെസിൻ പുഡിംഗ് മാതൃക എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്ന് പറയാം, തണ്ണിമത്തൻ മാതൃക. ഇങ്ങനെയെല്ലാം ജെ തോംസന്റെ ആറ്റം മാതൃകയെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതും കഴിഞ്ഞാണ് റൂഥർഫോർഡ് വരുന്നത്. റൂഥർഫോർഡ് തൻ്റെ പരീക്ഷണങ്ങളിലൂടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തി, സ്വർണ്ണത്തകിട് പരീക്ഷണം നടത്തി, ഇല്ലേ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കൊണ്ടുവരുന്നത്. സൗരയൂഥ മാതൃക. ഈ സൗരയൂഥ മാതൃകയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താ? അല്ലെങ്കിൽ എന്തും പറയാം ഇതിനെ? ന്യൂക്ലിയർ മാതൃക. ഇപ്പം സൗരയൂഥ മാതൃക അഥവാ ന്യൂക്ലിയർ മാതൃക കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം റൂഥർഫോർഡാണ്. ഇനി ജെ തോംസൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജെ തോംസൺ ആണ്. എന്നാൽ ആറ്റത്തിലെ പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്ന ന്യൂക്ലിയസ് കണ്ടെത്തിയതും, അതുപോലെ തന്നെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമായ പ്രോട്ടോൺ കണ്ടെത്തിയതും ആരാണ്? റൂഥർഫോർഡാണ്. ഓർത്തിരിക്കുക. ഓക്കെ ആണ്. ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നാലാമത്തെ ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? 10th ലെവൽ പ്രിലിം എക്സാമിന് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഏരിയയാണ് ലോഹങ്ങളും ലോഹനിർമ്മാണവും എന്ന് പറയുന്ന ഈ ഭാഗം. ഒരുപാട് കഴിഞ്ഞ LGS പരീക്ഷകളിൽ ഒരു LGS പരീക്ഷയ്ക്ക് പോലും ഇല്ല ഒഴിയാതെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തു നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയിരുകൾ, ധാതുക്കൾ, ലോഹനിർമ്മാണം, ലോഹങ്ങളുടെ സവിശേഷതകൾ, ഇതെന്തായാലും നമ്മൾ പഠിച്ചിരിക്കുക. ഇവിടെ കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് എന്നുള്ളതാണ് ചോദ്യം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. മറ്റു ലോഹങ്ങളുടെ, പ്രധാനപ്പെട്ട ലോഹങ്ങളുടെ അയിരുകളെല്ലാം നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ കൂടി പറയാം. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണോ? ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകൾ അല്ലേ? ഇരുമ്പിൻ്റെ അയിരുകൾ നമ്മൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റേസ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്. ഇരുമ്പിന് 5 അയിരുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 5 പേരും പഠിക്കണം. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇവയാണ് പ്രധാനപ്പെട്ട അയിരുകൾ. അടുത്തത് അയൺ പെറൈറ്റീസിലെ വിഡ്ഢികളുടെ സ്വർണം എന്നും അറിയപ്പെടുന്നത്. മറ്റൊന്ന് സിഡറൈറ്റ്, ഇനിയൊന്ന് ലിമോണൈറ്റ്. ഇതെല്ലാം ഇരുമ്പിൻ്റെ അയിരുകളാണ്. ദെൻ കോപ്പർ, ചെമ്പിൻ്റെ അയിര് മാലക്കൈറ്റാണ്. അടുത്തിടെ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അയിരാണ് അല്ലേ? മാലക്കൈറ്റാണ് ചെമ്പിൻ്റെ അയിര്.
സിങ്കിന് രണ്ട് അയിരുകളാണ് ബേസിക്കലി, ഒന്നൊരു അയിരിൻ്റെ രണ്ട് പേരുകളാണ്. ഏതായാലും ഈ 3 പേരുകളും എന്തായാലും പഠിച്ചിരിക്കുക. ഒന്ന് കലാമിൻ, പിന്നൊന്ന് സിങ്ക് ബ്ലെൻഡ്, മറ്റൊന്ന് സ്പാലറൈറ്റ്. കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, സ്പാലറൈറ്റ് ഇതെല്ലാം സിങ്കിൻ്റെ അയിരുകളാണ്. ക്ലിയർ ആണ്? പ്രധാനപ്പെട്ട അയിരുകൾ എന്തായാലും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ആവർത്തന പട്ടികയിലെ ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഏതിനം മൂലകങ്ങളാണ് ഉൾപ്പെടുന്നത്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം ആവർത്തന പട്ടികയിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ്? ഓപ്ഷൻസ് നോക്കിയേ. 18, 7, 2, 13. ഉത്കൃഷ്ടവാതകങ്ങളെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നും 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നും വിളിക്കാറുണ്ട് അല്ലേ? 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നുള്ളതാണ് അതിലെ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ഉത്കൃഷ്ടവാതകങ്ങളെ 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടാവുക? അതിൻ്റെ കാരണം ഇവരുടെ സംയോജകത 0 ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലസവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇനേർട്ട് ഗ്യാസസ്, നോബിൾ ഗ്യാസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാണ് വരുന്നത്? 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം, 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1ാം ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, ആൽക്കലി ലോഹങ്ങൾ. ആൽക്കലി ലോഹങ്ങൾ. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പേര് പറയാനാവോ? 2ാം ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കാം, 1ാം ഗ്രൂപ്പിലും 2ാം ഗ്രൂപ്പിലും എല്ലാം ലോഹങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. 13ാം ഗ്രൂപ്പ് കണ്ടോ, നമ്മുടെ ഓപ്ഷനിലുള്ളതാണല്ലേ 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം എന്നാണ്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ബോറോൺ. ബോറോൺ. ഈ 13 എന്നുള്ളത് ഒന്ന് അടുപ്പിച്ച് എഴുതിയാൽ തന്നെ കിട്ടും ബി. കണ്ടോ, ബോറോൺ. അടുത്തത് 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ കാർബൺ ഫാമിലി. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ് കാർബൺ ഫാമിലി, കാർബൺ കുടുംബം. 15ാം ഗ്രൂപ്പാണെങ്കിലോ നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം. 17 ഹാലോജനുകൾ. ഹാലോജനുകൾ. ഹാലോജനുകൾ എവിടെ കാണപ്പെടുന്നു? 17ാം ഗ്രൂപ്പിൽ. ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഗ്രൂപ്പിലും മൂലകങ്ങളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ 18ാം ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ചേർക്കുന്ന കൃത്രിമ വസ്തു. ഭക്ഷണങ്ങൾക്ക് നിറം ഇല്ലേ, ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം പകരാൻ ഉപയോഗിക്കുന്ന ഫുഡ് കളറിംഗ് ഏജൻറ്റുകൾ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ഏതാണോ ചുവന്ന കളർ കിട്ടണമെങ്കിൽ ടാട്രസിനാണോ, കാർമോയിസിനാണോ, ഇൻഡിഗോ കാർമൈലാണോ, ഫാസ്റ്റ് ഗ്രീൻ ആണോ? ചുവന്ന കറിയില്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ആലോചിക്കുക. ചുവന്ന കറിക്ക് നല്ല എരിവാണ്. അപ്പോൾ ചുവന്ന കറിക്ക് നല്ല എരിവാണ് എന്ന് ഓർക്കുക. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ചേർക്കുന്ന വസ്തുക്കളാണ് ഒന്ന് കാർമോയിസിൻ, മറ്റൊന്ന് എരിത്രോസിൻ. ചുവന്ന കറി കണ്ടാൽ നമുക്ക് എരിവാണെന്ന് തന്നെ അല്ലടോ ഫീൽ ചെയ്യുക.
അല്ലേ? നല്ല മുളകിട്ട കറിയാണെന്നൊക്കെ അല്ലേ ഫീൽ ചെയ്യുക. അപ്പം അതങ്ങനെ ആലോചിച്ചാൽ മതി. കാർമോയ്സിനുണ്ട്, എരിത്രോസിനുണ്ട്. ഇത് രണ്ടുമാണ് ആഹാര പദാർത്ഥങ്ങൾക്ക് ചുവന്ന നിറം നൽകാനായി ചേർക്കുന്നത്. ടാട്രസിൻ എന്ത് കളർ ലഭിക്കാനാണ് ടാട്രസിൻ ആഹാര പദാർത്ഥങ്ങളിൽ ചേർക്കുന്നത്? മഞ്ഞ നിറം ലഭിക്കാനാണ് കേട്ടോ. സോറി, ഇവിടെ ആദ്യം ഇതിൻ്റെ ഉത്തരം നമുക്ക് മാർക്ക് ചെയ്യാം. കാർമോയ്സിൻ ചുവപ്പല്ലേ ചോദിച്ചത്. എന്നാൽ ആഹാര പദാർത്ഥങ്ങൾക്ക് മഞ്ഞ ലഭിക്കാനാണ് ടാട്രസിൻ ഉപയോഗിക്കുന്നത്. ഇൻഡിഗോ കാർമൈൽ ആഹാര പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്? നീല നിറം. ഫാസ്റ്റ് ഗ്രീൻ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? പച്ച നിറം. ഓക്കെ ആണേ. അപ്പം ഫുഡ് കളറിംഗ് ഏജന്റുകൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര. അപ്പോൾ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഊർജം എന്ന് പറയുന്നത് പാരമ്പര്യ ഊർജമുണ്ട്, പാരമ്പര്യേതര ഊർജമുണ്ട്. ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക, ഈ പാരമ്പര്യ ഊർജ്ജം എന്ന് പറയുന്നത് വലിയ പാരമ്പര്യം പറഞ്ഞിരിക്കുകയുള്ളൂ. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഉപയോഗിച്ചാൽ തീർന്നു പോകും. പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അങ്ങ് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിച്ചാൽ തീർന്നു പോണ സാധനങ്ങൾ ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ? പെട്രോൾ ഉപയോഗിച്ചാൽ തീരും, കൽക്കരി ഉപയോഗിച്ചാൽ തീരും അല്ലേ? പക്ഷെ കാറ്റും തിരമാലയും നമുക്ക് ഇല്ലേ ഭൂമി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കിട്ടുമല്ലോ അല്ലേ? അപ്പം പാരമ്പര്യേതരയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണ് ഇതിൽ ഉത്തരം വരിക? 1ഉം 2ഉം. പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന വലിയ കേമന്മാരൊക്കെ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നവരാണ് ആലോചിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 7ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 8ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇല്ലേ? ജോസഫ് പ്രീസ്റ്റ്ലി. നമുക്കറിയാം ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ജോസഫ് പ്രീസ്റ്റ്ലിയുടെ പേര് പറഞ്ഞു പോകും. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് പഠിച്ചതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ച് കോൾ ഷീലെ എന്ന് പറയുന്ന പേര് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ആൻസർ കൊടുക്കണം? കോൾ ഷീലെ. അപ്പം ഇതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരെ പരിഗണിക്കേണ്ടത്? ജോസഫ് പ്രീസ്റ്റ്ലിയെ. ഓരോ വാതകങ്ങളും കണ്ടുപിടിച്ച ആളുകളെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ക്ലോറിൻ കണ്ടെത്തിയതും ആര് തന്നെയാണ്? കോൾ ഷീലയാണ്. അലസവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസെ. ഓക്കെയാണ്. അടുത്തത് 9ാമത്തെ ചോദ്യം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. എല്ല്, പല്ല് എന്നിവ രാസപരമായി കാൽഷ്യം സംയുക്തമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏതാടോ? അതിൻ്റെ ഉത്തരവും കാൽഷ്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഓപ്ഷനിൽ നോക്കിയിടോ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, കാൽഷ്യം ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ സോഡിയം ഫോസ്ഫേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം എല്ല്, പല്ല് എന്നിവ രാസപരമായി എന്താണെന്ന് തന്നെ പഠിച്ചു വെക്കണം. ഏതാണത്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. എല്ല്, പല്ല് എന്നിവ രാസപരമായി കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ആണെന്ന് മാത്രം അറിയുന്നവരായിരിക്കും നമ്മൾക്ക് ഒരുപാട് പേര് അല്ലേ? ഏതോ കാൽഷ്യം സംയുക്തമാണ്, എന്നാൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി ഇത് മാറിപ്പോതിരിക്കുക ഒരു സാധനം കൂടി പറഞ്ഞിട്ടെ. ഈ എല്ലിൽ നിന്നൊക്കെ സ്വതന്ത്രമാകുന്ന ഫോസ്ഫറസ് ആണ് ശ്മശാനങ്ങളിലൊക്കെ ഓക്സിജനുമായി ചേർന്ന് തിളക്കമുണ്ടാക്കുന്നത്. ഫോസ്ഫറസ് പ്രകാശമുണ്ടാക്കുന്നു, തിളക്കമുണ്ടാക്കുന്നു. ശ്മശാനങ്ങളിൽ എവിടെ നിന്നാണ് ഫോസ്ഫറസ് വരുന്നത്? നമ്മുടെ എല്ലിലുള്ള കാൽഷ്യം ഫോസ്ഫേറ്റിലെ ഫോസ്ഫറസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 10ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? എപ്പോഴാണ് ഹൈഡ്രജൻ റിലീസ് ആവുന്നത്? 1ാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽഷ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ. ഏതായിരിക്കും?
ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഹൈഡ്രജൻ വാതകം. സോ നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാം? ഓപ്ഷൻ എ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് അല്ലെങ്കിൽ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ. പ്രവർത്തിക്കാത്ത ലോഹങ്ങളുണ്ട്, ചെമ്പ്, സ്വർണം, വെള്ളി, ഇങ്ങനത്തെ ലോഹങ്ങളൊന്നും പ്രവർത്തിക്കില്ല. പക്ഷെ ബാക്കി എല്ലാ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഇവ ഹൈഡ്രജൻ സ്വതന്ത്രമാക്കുന്നു. ക്ലിയർ ആണേ? അപ്പോൾ കഴിഞ്ഞ 2024 നടന്നിട്ടുള്ള 10th ലെവൽ പ്രിലിമിനറി എക്സാമിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നന്നായി പഠിക്കുക, കൂടുതൽ ഊർജ്ജസ്വലതയോടെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.